പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരള സുവിശേഷ യാത്ര 25-ാമത്തെ ദിവസം കൃപയാൽ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ ഈ സുവിശേഷ വിളംബരത്തെ സ്നേഹത്തോടെ സ്വീകരിച്ച ദൈവസഭ കണ്ണൂർ സെൻറ്ററിലെ കരുവഞ്ചാൽ IPC ചർച്ച. ഇവിടെ ഞങ്ങൾ ഇന്നലെ രാത്രി വന്നു. ഞങ്ങൾക്ക് പാർക്കുവാൻ ആവശ്യമായ ക്രമീകരണങ്ങളൊക്കെ ഇവിടെ പ്രിയപ്പെട്ടവർ ചെയ്തു. ഇന്ന് രാവിലെ കണ്ണൂരിൻ്റെ മണ്ണിലേക്ക് ഞങ്ങൾ സുവിശേഷവുമായിട്ട് സഞ്ചരിക്കുവാനായിട്ട് പ്രാർത്ഥിച്ച് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ കണ്ണൂർ സെൻറ്ററിൽ ഉൾപ്പെട്ട ദൈവദാസന്മാരിൽ ചിലരാണ് ഇവിടെ ഉള്ളത്. ചിലർ എന്ന് ഞാൻ പറയാൻ കാരണം, സുവിശേഷത്തെക്കുറിച്ച്, സുവിശേഷം അറിയിക്കുന്നതിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് അറിയുന്നവരും ദർശനമുള്ളവരും മാത്രമേ കൂടിയിട്ടുള്ളൂ. അല്ലാത്ത ചിലർ ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ള ചിന്തയിൽ ഇരിപ്പുണ്ട്. ഏതായാലും ഇവർക്ക് ദൈവം കൊടുത്ത വലിയ കാഴ്ചപ്പാടിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഇന്ന് ഈ ദൈവസഭയുടെ ആഭിമുഖ്യത്തിലാണ് ഞങ്ങൾ ഈ ദേശത്തെല്ലാം പ്രവർത്തനങ്ങളുമായിട്ട് സഞ്ചരിക്കുന്നത്. കണ്ണൂരിൻ്റെ മണ്ണിൽ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച വാർത്ത, ഒരു ചെറുപ്പക്കാരൻ സൂര്യതാപമേറ്റ് മരിച്ചു എന്നുള്ള വാർത്ത കേട്ടിരുന്നു. അപ്പം ചൂട് ഒരുപക്ഷെ അത്രയും കൂടുതലായിരിക്കാം. മറ്റൊരു വാർത്ത ഇന്ന് രാവിലെ ദുഃഖിപ്പിക്കുന്നൊരു വാർത്ത കേട്ടു. കേരളത്ത് ഒരു മകൻ അമ്മയുടെ കഴുത്തറുത്തു കൊന്നു എന്നുള്ള വാർത്തകളാണ്. അപ്പം ഇങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ നടുവിലൂടെ രക്ഷപ്രാപിപ്പാനുള്ള ഏകനാമമായ യേശു കർത്താവിൻ്റെ നാമത്തെ വിളംബരം ചെയ്തുകൊണ്ട് ഞങ്ങൾ പുറപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ദൈവമക്കളുടെ വിലയേറിയ പ്രാർത്ഥന ഞങ്ങൾ ഈ സമയത്ത് ആവശ്യപ്പെടുന്നു. ഇന്നും നാളെയും കണ്ണൂർ ജില്ലയിലുണ്ട്. ശേഷം മറ്റന്നാൾ കാസർഗോഡ് ജില്ലയിലേക്ക് കടന്നു പോകും. അവിടെ 2 ദിവസം ഉണ്ടായിരിക്കും. 29-ാം തീയതി അങ്കമാലി, ചാലക്കുടി പ്രദേശങ്ങളിൽ പ്രത്യേകം ഒരു ദിവസത്തെ പരസ്യവും കൂടി ക്രമീകരിച്ചിട്ടുണ്ട് ചില പ്രിയപ്പെട്ടവരുടെ ആവശ്യപ്രകാരം. അങ്ങനെ 29-ാം തീയതി വരെ ഈ യാത്ര തുടരും. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഞങ്ങളെ വഹിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.